നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയുടെ അടുത്ത 2 മത്സരങ്ങൾക്ക് എമിലിയാനോ മാർട്ടിനസ് ഇല്ല. അദ്ദേഹത്തിന് വിലക്കാണ്. ഇന്നലെ ലണൽ സ്കലോനി സ്ക്വാഡ് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും വിലക്കുള്ള താരത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തില്ല. അതേസമയം ബയേൺ മ്യൂണിക്കിനെതിരെ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കിടിലൻ സേവുകൾ നടത്തി സൂപ്പർമാൻ പരിവേഷത്തിൽ നിൽക്കുകയാണ് എമി മാർട്ടിനസ്. എമി മാർട്ടിനസിനോട് കളി കഴിഞ്ഞ ശേഷം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിഫ ഡേറ്റിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിന് വിലക്കാണല്ലോ, അതിനെക്കുറിച്ച് ESPN ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മറുപടി അതിൽ വലിയ നിരാശയുണ്ട് എന്നാണ്. ഞാനിവിടെ തുടരും, ഇവിടെ ഞാൻ ട്രെയിനിങ് നടത്തും. ഫിഫ ഡേറ്റിൻ്റെ സമയത്ത് ഞാനിവിടെ തന്നെ തുടരും. എനിക്ക് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയാത്തതിൽ വലിയ നിരാശയുണ്ട്. ടീം ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട് ഇനിയും. എന്തായാലും ഈ വരുന്ന മത്സരങ്ങൾ ഞങ്ങൾക്ക് വിജയിക്കണം. അങ്ങനെ വിജയിച്ചുകൊണ്ട് വേൾഡ് കപ്പിനോട് കൂടുതൽ അടുക്കണം. അതാണ് ക്വാളിഫയർ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഈ മത്സരങ്ങൾ ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ എന്നുകൂടി വെനിസ്വലയ്ക്കെതിരെയും ബൊളീവിയയ്ക്കെതിരെയും അർജൻറ്റീന കളിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉണ്ടാവില്ലെങ്കിലും ടീം വിജയിക്കണം എന്നാഗ്രഹിക്കുകയാണ് എമി മാർട്ടിനസ്. കഴിഞ്ഞില്ല. ഇങ്ങനെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. പലരും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ ജെസ്റ്ററുകൾ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു. ഫിഫ വിലക്ക് കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അവർക്ക് എന്നോടെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ്. ആ വാക്കുകൾ കൂടി നോക്കുകയാണ്. എന്തായാലും ഇങ്ങനെ വിമർശകരെ നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ക്ലബിനും എൻ്റെ ദേശീയ ടീമിനുമായും എല്ലാം സമർപ്പിച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നു. ചിലപ്പോൾ ഈ പറയുന്ന എതിരാളികൾക്ക്, വിമർശകർക്ക് എന്നോടെന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അതിനെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതൊന്നും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ഞാൻ എൻ്റെ ടീമിനോടൊപ്പവും എൻ്റെ രാജ്യത്തോടൊപ്പവുമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എമി മാർട്ടിനസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.